സഞ്ജു സാംസൺ ഒരു ഇന്റർവ്യൂവിൽ സഞ്ജയ് മഞ്ജർ അക്രോട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ സഞ്ജു സാംസന്റെ പൊസിഷനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്ത് ഏതാണ് കംഫർട്ടബിൾ പൊസിഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ സഞ്ജു സാംസൺ മോഹൻലാലിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. മോഹൻലാൽ കേരള ആക്ടറാണ്, അപ്പോൾ പുള്ളി പല വേഷങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ചിലപ്പോൾ നായകനാവേണ്ടി വരും, ചിലപ്പോൾ വില്ലനാവേണ്ടി വരും, ചിലപ്പോൾ ജോക്കർ ആവേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ സഞ്ജു പറയുന്നത് എനിക്കറിയില്ല. ഇപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു ബ്ലെയിം ഗെയിമിൻ്റെ ആവശ്യമൊന്നുമില്ല, റോളിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ശരിക്കും കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ജിതേഷ് ശർമ്മ കളിക്കേണ്ട റോളിലാണ് സഞ്ജു സാംസൺ ഇപ്പോൾ മിഡിൽ ഓർഡറിൽ കളിക്കുന്നത്. കോച്ചും ക്യാപ്റ്റനും സഞ്ജുവിനെ അത്രയും ബാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് സഞ്ജു സാംസൺ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത്. കാരണം സെലക്ടേഴ്സിനോ അല്ലെങ്കിൽ അവിടുന്ന് പ്രൊമോട്ട് ചെയ്ത് വിട്ടവർക്ക് സഞ്ജു കളിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇപ്പോൾ മിഡിൽ ഓർഡറിൽ സ്വാഭാവികമായിട്ടും ജിതേഷ് ശർമ്മ കളിക്കുമെന്ന് തന്നെ ആയിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കോച്ചും ക്യാപ്റ്റനും സഞ്ജുവിനെ ബാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് സഞ്ജു കളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്ലെയിം ഗെയിം പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യിൽ കിട്ടിയ അവസരം, പാകിസ്ഥാനായിട്ടുള്ള മാച്ചിൽ ഒരു റൺ അടിക്കാൻ പറ്റുന്ന ഒരു അവസരം സഞ്ജു അത് യൂസ് ചെയ്തില്ല. വട്ടമടിച്ച് ഔട്ടായി കണ്ടിട്ടാണ് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത്. ഞാനൊരു ഡൈ ഹാർഡ് സഞ്ജു ഫാനാണ്. പക്ഷേ വട്ടമടിച്ച് ഔട്ടായി അല്ലെങ്കിൽ അവിടെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്താൽ കിട്ടിയ അവസരം മുതലാക്കിയില്ല. ഒരു 10-30 റൺസ് അധികം സ്ട്രൈക്ക് റേറ്റൊന്നും ഇല്ലെങ്കിലും അത് നേടിയില്ല എന്നുള്ളത് സഞ്ജുവിൻ്റെ പ്രശ്നം തന്നെയാണ്. ഇംഗ്ലണ്ടുമായിട്ടുള്ള സീരീസ് 5 T20 മാച്ചസ് ഒരേപോലെ ഷോർട്ട് ബോൾ ഔട്ടായത് അത് സഞ്ജുവിൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു 2-3 മാച്ചിൽ ഓപ്പണിങ്ങിൽ ഇറങ്ങിയ സഞ്ജു റൺ അടിച്ചിരുന്നുണ്ടെങ്കിൽ ശുഭ്മൻ ഗില്ലിനെ ഇപ്പോൾ ടീമിലേക്ക് എടുക്കുമ്പോൾ എല്ലാവരും ചോദ്യം ചെയ്യണേ. സോ ഈ ബ്ലെയിം ഗെയിം അല്ല ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ അത് സഞ്ജുവിനും തീർച്ചയായിട്ടും നല്ലതല്ല. അതുപോലെ സഞ്ജു ഫാൻസ് ഇപ്പോൾ ഇന്ന് സഞ്ജുവിനെ ഇറക്കിയില്ല, സഞ്ജുവിനെ തഴയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയുള്ള എല്ലാവരും ഒരു കളിയിൽ സൂര്യകുമാർ യാദവ് 11-ആണല്ലോ ഇറങ്ങിയത്. അതുപോലെ സഞ്ജു സാംസനെ വെയിറ്റ് ചെയ്ത് ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കാനായിട്ട് ഒരു കളിയിൽ സഞ്ജു നമ്പർ 3 ഇറങ്ങിയില്ല. അന്ന് സഞ്ജു ബാറ്റ് ചെയ്ത് 50 അടിച്ചല്ലോ. സോ അങ്ങനെ ഒരു ബ്ലെയിം ഗെയിമിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സഞ്ജുവിന് നല്ല അവസരങ്ങളാണ്. ക്യാപ്റ്റനും കോച്ചും നല്ല രീതിയിൽ സഞ്ജുവിനെ ബാക്ക് ചെയ്യുന്നുണ്ട്. കിട്ടുന്ന അവസരത്തിൽ ഇനിയെങ്കിലും പെർഫോം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ സഞ്ജുവിന് ചെയ്യാനായിട്ടുള്ളത്. സോ